നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങൾ അത്രയും കണ്ട ജനത മുഴുവൻ ഷിരൂരിലെ അപകടത്തിൽപ്പെട്ട അർജുന്റെ ജീവനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒടുക്കം 10ാമത്തെ ദിവസം ലോറി കണ്ടെത്തുന്നതിന്റെ അടുത്ത് വരെ എത്തിയപ്പോൾ ക്രെഡിറ്റ് മാനിയയുമായി കേരളത്തിൽ നിന്നും ഓടിയെത്തിയിരിക്കുകയാണ് നമ്മുടെ മേയറുട്ടിയുടെ സ്വന്തം സച്ചിനേട്ടൻ. എല്ലാം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് അടുത്തപ്പോൾ ഉത്തര കന്നഡ കളക്ടറെ കണ്ട് ഞാൻ എല്ലാം പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് എന്ന് വീരവാദം മുഴക്കുന്ന സച്ചിൻ ദേവിനെ കണ്ടാൽ പുച്ഛമല്ലാതെ മറ്റെന്താണ് തോന്നുക? റിയാസിന്റെ വാക്ക് കേട്ട് മന്ത്രി കസേര സ്വപ്നം കണ്ടുറങ്ങുന്ന സച്ചിന് ആളാകാൻ കിട്ടുന്ന ഒരു അവസരവും വെറുതെ കളയാൻ പറ്റില്ല. എന്തായാലും അർജുനായുള്ള തിരച്ചിൽ തുടരുമെന്നും ലോറി നാളെ തന്നെ പുറത്തെടുക്കാൻ സാധിക്കുമെന്നുമാണ് സച്ചിൻ ദേവ് MLA മാധ്യമങ്ങളോട് വെച്ച് കാച്ചിയത്. തിരച്ചിൽ ഇപ്പോഴും ഊർജിതമാണ്. മണ്ണ് നീക്കം ചെയ്യാൻ നേരത്തെ ഹിറ്റാച്ചികൾ കൊണ്ടുവന്നിരുന്നു. അതോടൊപ്പം ബൂം ലെങ്ത് ക്രെയിനും വലിയ സഹായമായി മാറി. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പുഴയുടെ അടിയിൽ മണ്ണ് മൂടിക്കിടക്കുന്ന വാഹനത്തിനെ തിരിച്ചറിയാൻ സാധിച്ചത്. ഇന്ന് പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായ മഴയായിരുന്നു. ആ മഴയുടെ പശ്ചാത്തലത്തിൽ പുഴയിൽ നന്നായി നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുമുണ്ട്. നേവിയുമായി ബന്ധപ്പെട്ടവർക്കും സ്കൂബ ഡൈവിംഗ് ഉൾപ്പെടെയുള്ളവരെ ഉപയോഗിക്കുന്നതിനും പരിമിതികൾ ഉണ്ടായിരുന്നുവെന്നും സച്ചിൻ ദേവ് പറഞ്ഞു. നാളെ വളരെ നേരത്തെ തന്നെ രക്ഷാദൗത്യം ആരംഭിക്കും. പെട്ടെന്ന് തന്നെ അർജുനെ കണ്ടെത്താനാവുമെന്നാണ് പ്രതീക്ഷ എന്നും ജില്ലാ കളക്ടറുമായി സംസാരിച്ചിരുന്നുവെന്നും സച്ചിൻ ദേവ് പറഞ്ഞു. ലക്ഷ്യത്തിലേക്ക് എത്തുന്നുവെന്ന് സൂചന കിട്ടിയപ്പോൾ തന്നെ ഇനി ഇടവേളകളില്ലാതെ തുടർ നടപടികളിലേക്ക് പോകണമെന്ന് ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നതായും രക്ഷാദൗത്യത്തിന്റെ പുരോഗതി സംസ്ഥാന സർക്കാരിനെ അറിയിച്ചതായും സച്ചിൻ ദേവ് കൂട്ടിച്ചേർത്തു. എന്തായാലും അർജുനായുള്ള തിരച്ചിൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും സാധ്യതയൊട്ടും തന്നെ ഇല്ല എങ്കിലും പ്രതീക്ഷയുടെ നേരിയ വെളിച്ചം മലയാളികൾ മനസ്സിൽ സൂക്ഷിക്കുകയാണ്. എന്തെങ്കിലും ഒരു അത്ഭുതം നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുകയാണ്. അതിനിടെ അവസാന ഓവറിൽ വന്ന് ആഞ്ഞൊരു തള്ളു തള്ളിയ സച്ചിൻ സഖാവിനോട് ആ മെമ്മറി കാർഡ് കണ്ടുപിടിക്കാനുള്ള ദൗത്യം ആമയിഴഞ്ചാൻ തോട് പോലെ നാറ്റം വമിപ്പിക്കുന്നു സഖാവെ എന്ന് പറയുകയാണ് എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ അഞ്ജു പാർവതി പ്രവീഷ്. അതേസമയം കർണാടകയിലെ ഷിരൂരിൽ മലയിടിഞ്ഞു വീണ് ദുരന്തം നടന്ന സ്ഥലത്തെത്തിയ ബാലുശ്ശേരി MLA KM സച്ചിൻ ദേവ് ചിരിച്ചുകൊണ്ട് ചിത്രമെടുത്തു എന്ന രീതിയിലും ഒരു പ്രചരണം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണിപ്പോൾ. ദുരന്തം നടന്ന സ്ഥലത്തിനടുത്തായി സച്ചിൻ ദേവ് നിൽക്കുന്ന ചിത്രവും ഇതിനോടൊപ്പമുണ്ട്. അർജുന് വേണ്ടി ദുരന്തമുഖത്തെത്തി സച്ചിൻ ദേവ് MLA ദുരന്തമുഖത്ത് ചെന്ന് നിന്ന് ചിരിച്ചുകൊണ്ട് സെൽഫി എടുത്ത് കേരളത്തെ മറ്റൊരു ദുരന്തം എന്ന് തുടങ്ങുന്നതാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നാൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്നും വൈറൽ പോസ്റ്റിലുള്ള സച്ചിൻ ദേവിന്റെ ചിത്രം കർണാടകയിലെ ദുരന്ത സ്ഥലത്ത് നിന്ന് പകർത്തിയതല്ല എന്നും വ്യക്തമായിട്ടുണ്ട്.